പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പല വീഡിയോകളും ഞാൻ കാണുകയുണ്ടായി. പലരുടെയും എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് എന്ന് പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ഉദാഹരണമായിട്ട് വൈകൃതമായ മ്ലേച്ഛതകളും അതുപോലെ സെക്സ് മേഖലയിലുള്ള വൈകൃതങ്ങൾ, അതുപോലെ കുടുംബജീവിതത്തിലെ തകർച്ചകൾ, മാതാപിതാക്കളുടെ ജീവിതത്തിൽ മാതൃക കാണാത്തത്, അതുകൊണ്ട് വിവാഹം കഴിക്കാനുള്ള ഭയം, അതുപോലെ സ്വാർത്ഥത, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കഴിവില്ലായ്മ, കുരിശെടുത്തിക്കാനുള്ള താല്പര്യമില്ലായ്മ. കാരണം ഒരു ഭാര്യ അല്ലെ ഭർത്താവ് കുരിശാണ്. അപ്പൊ ആ കുരിശെടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, ശക്തി നേടണം. ഇതൊന്നും കഴിയില്ലാത്ത ഒരു അലസ ജീവിതമാണ് ഇക്കാലത്ത്. അതെല്ലാം കൂടുതലായിട്ട് സ്വാർത്ഥ ജീവിതം ആണ്. ഞാൻ അത് ബൈബിൾ നോക്കി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് പുരുഷനെ സൃഷ്ടിച്ചു. തക്ക ഒരു ഇണയെ കൊടുക്കാനായിട്ട് നമുക്കറിയാം മൃഗങ്ങളുടെ ഇടയിൽ തപ്പി കണ്ടില്ല. മനുഷ്യരുടെ ഇടയിൽ നോക്കാൻ മനുഷ്യരാരുമില്ല, ഒരുത്തനേ ഉള്ളൂ. അതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ ഒരു വാരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച് കാരണം അതിന് കാരണം എന്താണ്? തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. അതാണ് ഉൽപ്പത്തി 2:20 പറയുന്നത്. അപ്പം വിവാഹം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇണങ്ങിയ ഒരു തുണയെ കാണുക. പ്രിയമുള്ളവരുടെ മനസ്സിന് ഇണങ്ങിയ തുണയെ കാണുന്നില്ല എന്നാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാം പറയുന്നത്. അച്ഛാ, എനിക്കിണങ്ങിയ ഒരാളെ കണ്ടു കിട്ടുന്നില്ല. എന്നാൽ മനസ്സിൽ ദാഹമുണ്ട്. എന്തിനു വേണ്ടി? സ്നേഹത്തിനു വേണ്ടിയും പങ്കുവെക്കലിനു വേണ്ടിയും. നിശ്ചയമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ദൈവമേ, നിനക്കായി ഞാൻ ദാഹിക്കുന്നു എന്ന് ആണല്ലോ സങ്കീർത്തകൻ 43 പറഞ്ഞ ഈ സങ്കീർത്തനം 43 നമ്മൾ വായിക്കുന്നത്. മാൻപേട നീർച്ചാലിനു വേണ്ടി ദാഹിക്കുന്ന പോലെ എന്റെ ഹൃദയം അങ്ങേ സ്നേഹത്തിനായി ദാഹിക്കുന്നു. ദൈവത്തിന്റെ ഈ സ്നേഹം മനുഷ്യന്റെ സ്നേഹത്തിലൂടെയാണ് നമ്മൾ വ്യക്തമായിട്ട് അനുഭവിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ സ്നേഹം ലൗകിക തലത്തിൽ, ശാരീരിക തലത്തിൽ, മാനസിക തലത്തിൽ അനുഭവിക്കുവാൻ. അതിനാണ് പെണ്ണ് കാണുന്നതും ചെറുക്കം കാണുന്നതും വിവാഹം കഴിക്കുന്നതും. ഇനി സ്നേഹം എപ്പോഴും പങ്കുവയ്ക്കൽ ആണ്. പങ്കുവയ്ക്കൽ, മറ്റേ ആളിന് വേണ്ടി കൊടുത്ത് മറ്റേ ആളിന് സമർപ്പിച്ച് ജീവിക്കുക. ഇവിടെയാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഇത് സ്വാർത്ഥതയുടെ ഒരു കാലഘട്ടം, ഞാൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, അത് പിശാചിന്റേതാണ്. പിശാച പറഞ്ഞത് എനിക്ക് സ്വർഗത്തിൽ പോകണം, ദൈവത്തെ പോലെ ആകണം, എനിക്ക് സ്വയം പര്യാപ്തത വേണം, എനിക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക്. ഇപ്രകാരമുള്ള ചിന്താഗതികൾ ഒരു പൈശാചിക ചിന്തയാണ്. ഇതാണ് ഇന്ന് പലരുടെയും ഹൃദയത്തിൽ വരുന്നത്. അതിനൊരു കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധമായ സ്നേഹം ഹൃദയത്തിൽ നിന്ന് ഒഴുകാത്തതുകൊണ്ടാണ്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, യുവാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? പരിശുദ്ധമായ സ്നേഹം, പരിശുദ്ധമായ പ്രേമം, കലർപ്പില്ലാത്തത്. ഇത് കണ്ടുമുട്ടാൻ ഇന്ന് സാധിക്കുന്നില്ല പലർക്കും. അവിടെ നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24:12, അധർമ്മം, പാപം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സ്നേഹം തണുത്തുപോയി. അതായത് ഇന്ന് മനുഷ്യൻ ആശ്രയിച്ചിരിക്കുന്ന എന്തിലൊക്കെയാണ്? ഇന്നത്തെ യന്ത്രങ്ങളിലാണ്. ആശ്രയം മുഴുവൻ നമുക്കറിയാം. ഗൂഗിളില്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറില്, മൊബൈല്, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ കൃത്രിമ ബുദ്ധി, ഇതിങ്ങനത്തുള്ള യന്ത്രങ്ങളിലാണ് മനസ്സ് വെച്ചിരിക്കുന്നത്. യന്ത്രങ്ങൾ നയിക്കപ്പെടുകയാണ്. യാന്ത്രിക ജീവിതമാണ് ഇന്ന് പലർക്കും. അതുകൊണ്ട് പലരുടെയും ഉള്ളിൽ നിന്നുള്ള ആ നിർമ്മലമായ വികാരമുള്ള പരിശുദ്ധമായ സ്നേഹം ഒഴുകുന്നില്ല. നിശ്ചയമായിട്ടും ഈ സ്നേഹം ഒരാളുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, റോമ 5:5, പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നിന്നിലേക്ക് ഒഴുക്കിയിരിക്കുന്നു. അപ്പൊ ഈ സ്നേഹം നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ അത് പുറത്തേക്ക് ഒഴുകാതെ കണ്ട് കിടക്കുകയാണ്. തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവന്റെ ജലം ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. യോഹന്നാൻ 7:38. അപ്പോൾ ആ ഒഴുകുന്ന എന്തായിരിക്കണം? സ്നേഹം. പരിശുദ്ധാത്മാവ്.
പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. അപ്പൊ ഇത് ഒഴുകുന്നില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ആത്മാവിൽ നമ്മൾ ഇന്ന് നിർജീവ അവസ്ഥയിലാണ്, സജീവ അവസ്ഥയിലല്ല. അപ്പൊ ഈ ആത്മാവിനെ തട്ടി ഉണർത്തി ഒഴുക്കണം. അപ്പോഴേ അത് വേറൊരാളെ സ്നേഹിക്കാനും വേറൊരാൾക്ക് വേണ്ടിയിട്ട് അത് ജീവൻ സമർപ്പിക്കുവാനും അതിലുള്ള സന്തോഷം കണ്ടുപിടിക്കാനും സാധിക്കും. ധാരാളം നല്ല മാരീഡ് കപ്പിൾസിനെ, അതായത് വിവാഹിതരായ കപ്പിൾസിനെ കാണാൻ ഇടവന്നിട്ടുണ്ട് എന്റെ ധ്യാനങ്ങളിലൂടെ. കാരണം ഞാൻ വിവാഹിതർക്ക് വേണ്ടി, ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഏറെയേറെ ധ്യാനങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പുരുഷനിൽ നിന്ന് വാരിയലെടുത്ത് സ്ത്രീയെ ഉണ്ടാക്കിക്കഴിഞ്ഞ് ആ സ്ത്രീയെ പക്കലേക്ക് കൊണ്ടുവന്നപ്പോ പറഞ്ഞത് എന്താണ്? നല്ല വാക്ക് അല്ലേ? ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. നമുക്കറിയാം 2-ാം അധ്യായം 23 ഉൽപ്പത്തി പുസ്തകം. അതായത് എന്റെ തന്നെ അവിഭാജ്യ ഘടകമാണ് അവൾ. അപ്പൊ ഞാന് അത് അവനിൽ സന്തോഷം കണ്ടെത്തുന്നു, ശക്തി കണ്ടെത്തുന്നു. അത് ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നു. അത് എന്റെ ജീവിത പങ്കാളിയിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നു. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു. അത് കർത്താവ് വളരെ മനോഹരമായിട്ട് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. അല്ലെ, ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന്. കാരണം ഒരു വിവാഹത്തിലൂടെ പരസ്പരം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ബന്ധിതരായി തീരുമ്പോൾ ആ ആത്മാവിലൂടെ ഞാൻ അവളായി, ഞാൻ അവനായി മാറും. ഈ രൂപാന്തരീകരണം അതാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ ആ ആളിന് വേണ്ടിയിട്ട് ഞാൻ ജീവിതം സമർപ്പിക്കുക. ഇന്ന് ഈ സമർപ്പണത്തിന് തടസ്സമായി നിൽക്കുന്നത് പിശാച് കൊണ്ടുവന്നിരിക്കുന്ന സ്വാർത്ഥത. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം, എന്റെ സുഖം, എന്റെ ആരോഗ്യം, എന്റെ പണി, അല്ലെ എന്റെ പൈസ, എന്റെ തുക, എല്ലാം എന്റേത്. എനിക്ക് വേണ്ടിയിട്ട് അതൊക്കെ തരികയാണെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. അല്ല, പണത്തിന് വേണ്ടി സ്നേഹിക്കുക, ജോലിക്ക് വേണ്ടി സ്നേഹിക്കുക, അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി, ശാരീരിക ഭംഗിക്ക് വേണ്ടി, അഴകിന് വേണ്ടി സ്നേഹിക്കുക, അല്ലെങ്കിൽ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഡൗറി കിട്ടാനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള ലക്ഷ്യങ്ങൾ വരുന്നത്. കാരണം അതല്ല ഒരു വിവാഹത്തിന്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ ലക്ഷ്യം, സ്നേഹത്തിന്റെ പങ്കുവയ്ക്കൽ. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ആദ്യം മാലാഖമാരെ സൃഷ്ടിച്ചതും എന്തിനാണ്? സ്നേഹം പങ്കുവയ്ക്കുവാൻ. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 3:16. സ്നേഹം എവിടെയുണ്ടോ അത് പങ്കുവെക്കണം. അപ്പം ദൈവം തന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ആദ്യം അരൂപികളുമായിട്ട്, അവരാണ് മാലാഖമാർ. പിന്നീട് തന്റെ പങ്കുവയ്ക്കൽ നമ്മൾ കാണുന്നു മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പൊ ഈ പങ്കുവയ്ക്കുന്ന സ്നേഹം ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു വിവാഹത്തിന് ഏറ്റവും ആവശ്യവും അതാണ്, പങ്കുവെച്ചു കൊടുക്കുക. ഇനി ആ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? സഹനം. അതിന് നമ്മൾ കാണുന്നത് കുരിശിലെ കർത്താവിനെയാണ്. അതുകൊണ്ടാണ് സ്ലോവാക്യയിലൊക്കെ ഞാൻ പറഞ്ഞൊരു കല്യാണത്തിന്റെ അവസരത്തിൽ വികാരിയച്ഛൻ ഒരു കുരിശുരൂപം കൊടുക്കും ഭാര്യയ്ക്കും ഭർത്താവിനും. കാരണം വിവാഹ ജീവിതം കുരിശിൽ കയറ്റമാണ്. ഇന്നത് ആർക്കും ഇഷ്ടമല്ല. കുരിശുരൂപവും വേണ്ട, കുരിശു ജീവിതവും വേണ്ട. കുരിശു എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക ആർക്കും വേണ്ട. കുരിശു കളഞ്ഞേച്ചാ പോകുന്നത്. ഭാര്യ കുരിശായി വരുമ്പോൾ ഭാര്യയെ ഉപേക്ഷിക്കുക, ഭർത്താവ് കുരിശാകുമ്പോൾ ഭർത്താവിനെ ഉപേക്ഷിക്കുക. ഇന്ന് അതിന്റെ കാലഘട്ടമാണ്. അതായത് കർത്താവ് പറഞ്ഞതിന് ഘടകവിരുദ്ധമായ ഒരു ജീവിതം. നിശ്ചയമായിട്ട് നമ്മൾ അതിന് നോക്കേണ്ടത് ആ കുരിശിലെ കർത്താവിനെയാണ്. നമ്മളുടെ സ്നേഹത്തെ പ്രതി ഇങ്ങേറ്റം മാരിടം പോലും പിളർന്ന് തന്റെ ഹൃദയവും ഹൃദയപേശികളും അതുപോലെ രക്തവും തരുന്നു. അത് പണ്ട് നടന്ന ഒരു സംഭവമല്ല. ഇന്നും ഓരോ ദിവബലിയിലും തന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം, തന്റെ രക്തത്തിന്റെ ഒരു ഭാഗം നമുക്ക് തരികയാണ്. ഇതാണ് സ്നേഹം. ഇതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിലും ഇത് തന്നെയാണ്. മക്കളെ, അതിന് വേണ്ടത് കൃപയാണ്. നമ്മൾ നിശ്ചയമായിട്ട് ഈ പങ്കുവെച്ചു കൊടുക്കൽ യേശുനാഥനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഗെത്സമനി വെച്ച് കരഞ്ഞത്, എന്റെ കർത്താവെ, കഴിയുമെങ്കിൽ ഈ കാസ മാറ്റണമേ. അതായത് എന്നെ തന്നെ സ്വയം മുറിച്ച് മറ്റുള്ളവർ കൊടുക്കുന്നത്. അത് ആരൊക്കെയാണ്? ശത്രുക്കളുണ്ട്, എന്നെ വെറുക്കുന്നവർ, എന്നെ സ്നേഹിക്കാത്തവർ, അവർക്കെല്ലാം വേണ്ടി കൊടുക്കുക. എന്നാൽ അങ്ങനെ ഇഷ്ടമല്ലാണെങ്കിൽ ഞാൻ എന്താ തയ്യാറാണ്. അവിടെ വെച്ച് നമുക്കറിയാം, ഒരു മാലാഹ വന്ന് അവനെ ധൈര്യപ്പെടുത്തി.
ഇതാണ് നമുക്ക് ആവശ്യം. പ്രാർത്ഥിക്കുക. ഗെത്സമനി പ്രാർത്ഥിച്ചപ്പോഴാണ് മാലാഖ വന്നതും ശക്തി കൊടുത്തതും. അതുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി കൂടി തന്റെ ജീവനെ പകർത്തു കൊടുക്കാൻ യേശുവിന് കഴിഞ്ഞു. അതെ, കുരിശുരൂപത്തെ നോക്കി ധ്യാനിക്കുമ്പോൾ അതായിരിക്കട്ടെ ഓരോ ദമ്പതികളുടെയും മനസ്സിൽ വരുന്നത്. നിശ്ചയമായിട്ടും ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ, എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കീഴ്പ്പെടലുണ്ടാകും. അവള് അവിടെ അധികാരപ്രമം കാണിച്ചെന്ന് വരാം, ആവശ്യങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടെന്ന് വരാം. ഒരു പക്ഷേ എനിക്ക് ഭാരമായി തോന്നിയേക്കാം, എനിക്ക് വിഷമമായി തോന്നിയേക്കാം, ഒറ്റ വാക്കിൽ എനിക്ക് കുരിശായി തോന്നിയേക്കാം. ഈശോ ആ കുരിശെടുക്കാൻ ശക്തി തരുന്നത് ആ കാൽവരിയില് കൊടുത്ത ആ ശക്തിയിലൂടെ തന്നെയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അവ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കേണ്ടത്. ഇന്ന് ആ പ്രാർത്ഥനയൊക്കെ പോയതുകൊണ്ടാണ് വിവാഹമോചനങ്ങളും ഈ കുരിശെടുക്കലും ഒന്നും സാധിക്കാത്തത്, ഈ പങ്കുവെക്കലില്ലാത്തത്. എന്നാൽ അങ്ങനെയുള്ള പരിശുദ്ധ ജീവിതം കഴിക്കാൻ ധാരാളം കുടുംബങ്ങൾ ഉണ്ടേ. അതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, കല്യാണം കഴിക്കണം. അമാന്തിക്കരുത്. അറേഞ്ച് ചെയ്ത കല്യാണമോ പ്രേമിച്ച കല്യാണമോ എന്തുമായിരിക്കട്ടെ, അവിടെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒരേ വിശ്വാസമുള്ളവരെ വിവാഹം കഴിക്കുക. അതുപോലെ പാരമ്പര്യപരമായിട്ടും സംസ്കാരപരമായിട്ടും യോജിച്ചു പോകാന്ന്, ഇതൊക്കെയാണല്ലോ മാതാപിതാക്കൾ സാധാരണ അന്വേഷിക്കുന്നത്. അതുപോലെ സ്വഭാവം, നല്ല സ്വഭാവം, ഇതൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് തന്റെ വിശ്വാസവും രക്ഷയും നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെയാണ് വിജാതീയരുമായുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ അതേപ്പറ്റി ഒന്നും ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയല്ല. ഒറ്റ കാര്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവനാന്തസ് തെരഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞപോലെ യേശു നിങ്ങൾ വിളിക്കേണ്ട അച്ഛനാകാനെങ്കിൽ പോകണം, വിളിക്കുന്നുണ്ട് കന്യാസിയാകാൻ പോകണം. ഒരിക്കൽ നോ പറയരുത്. അവിടെയും കുരിശുണ്ട്. കുരിശില്ലാത്ത ജീവിതമില്ല. അവിടെയും പങ്കുവയ്ക്കൽ ഉണ്ട്. അതെ, കർത്താവിനോട് പറയൂ, യെസ്, ഞാൻ റെഡിയാണ്, ഇതാ വരുന്നു, കർത്താവ് കൃപ തരും. അതുപോലെ വിവാഹ ജീവിതം, അതും ഒരു ജീവിതാന്തസ്സാണ്, ദൈവത്തിന്റെ വിളിയാണ്. അപ്പോൾ കണിശമായിട്ടും ഒരു വേറെ കുടുംബത്തിൽ നിന്നുള്ള, വേറെ സ്വഭാവമുള്ള, വ്യത്യസ്ത താല്പര്യമുള്ള ഒരാളെയുമായിട്ട് ഒന്നായി തീരുമ്പോൾ വിഷമമുണ്ടാകും, കുരിശുണ്ടാകും. കർത്താവ് പറഞ്ഞല്ലോ, കല്യാണം എന്താ, ഒന്നും രണ്ടല്ല, രണ്ടായിട്ട് ജീവിക്കാനല്ല, മരണം വരെ ഒന്നായി ജീവിക്കാൻ, ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലുമായി ജീവിക്കാനുള്ള ആ വൻ കൃപയാണ്. അത് പ്രാർത്ഥനയിലൂടെ കിട്ടും. ആ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ പ്രിയ ചെറുപ്പക്കാരെ. അങ്ങനെ നിങ്ങൾ അവിവാഹിതരാകാതെ നിൽക്കാതെ നമുക്ക് വിവാഹിതരാകുന്ന അങ്ങനെ നമ്മുടെ സഭയായാലും രാഷ്ട്രമായാലും കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ വളരെയുള്ളൂ, കുട്ടികളുണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽക്കാരോട് പറഞ്ഞത്, നമ്മൾ വായിക്കുന്നുണ്ട് യെരമ്യാ പ്രവാചകന് 29:6 നിങ്ങൾ അവിടെ പോകുമ്പോൾ പെറ്റുപെരുകണം. നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ മക്കൾ കല്യാണം കഴിച്ചുവെന്ന്. ചെറുപ്പക്കാർ കല്യാണം കഴിക്കണം, മക്കൾ ധാരാളം ഉണ്ടാകണം, നമ്മൾ കുറയരുത്, കൂടണം. ഇതൊക്കെ വാസ്തവങ്ങളാണ്. ഇന്നും നമുക്കറിയാം, പലയിടത്തും പല മാതാവിന്റെ പ്രത്യക്ഷപ്പാടിലും മാതാവ് പറയുന്നു, ഇതാണ് കുടുംബങ്ങളോട്, നിങ്ങൾക്ക് മക്കളുണ്ടാകണം. അത് വിവാഹം കഴിക്കാൻ മക്കളുണ്ടാകുകയല്ലോ, ഇല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കുന്നു ചെറുപ്പക്കാർക്ക് വേണ്ടി, നിങ്ങൾ ഏറ്റവും വേഗം ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കൂ. ഫ്രാൻസിസ് പിതാവ് ഒരിക്കൽ റോമിൽ വെച്ച് വിവാഹിതരായവരോട് പറഞ്ഞതുപോലെ 2000 ദമ്പതികൾക്ക് ധ്യാനം കൊടുത്തപ്പോൾ അദ്ദേഹം വന്ന് ക്ലാസ് കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾ പരിപൂർണരായിട്ടുള്ള എത്ര പേരുണ്ട്? കൈപൊക്കാൻ ആരും കൈ ഉയർത്തിയില്ല. അപ്പൊ പറഞ്ഞു, പ്രിയ ഭാര്യമാരെ, പ്രിയ ഭർത്താക്കന്മാരെ, നിങ്ങൾ ആരും പൂർണ്ണരല്ല. നിങ്ങൾ പൂർണ്ണരായി തീരുവാനായിട്ടാണ് നിങ്ങൾ വിവാഹിതർ ആകുന്നത്. നിന്റെ അപൂർണത മാറ്റുന്നത് നിന്റെ ഭാര്യയാണ്, നിന്റെ ഭർത്താവാണ്. നിനക്കൊരു തക്ക ഇണ വേണം നിന്റെ അപൂർണത മാറ്റി നീ പൂർണ്ണതയിലായിരിക്കുവാൻ. കർത്താവ് ദൈവം പറയുന്നു, മത്തായി 5:48 സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പൊ ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം കഴിക്കേണ്ടത്. അതിനുവേണ്ടി ഭാര്യയും ഭർത്താവും ഒന്നായിത്തീരുന്നത്. 1 അധ്യായം 4:3 അധ്യായം 3 പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് അത് ദൈവം അഭിലഷിക്കുന്നത്. ദിസ് ഈസ് ഗോഡ്സ് വിൽ, യുവർ ഹോളിനെസ് ഓഫ് ലൈഫ്. അതിനുശേഷം പറയാണ്, ഓരോരുത്തരും
മാന്യമായും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒരു ജീവിത പങ്കാളിയെ കണ്ടുമുട്ടി ഒന്നിച്ച് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ആ വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അത് അശുദ്ധിയിലേക്കല്ല എന്ന് തുടർന്നും പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നീ ഒരു ഭാര്യയെ കാംക്ഷിക്കേണ്ടത്? അത് അവൾ എന്നെ വിശുദ്ധീകരിക്കാനും ഞാൻ അവളെ വിശുദ്ധീകരിക്കാനും. അവൾ ഓരോ ഭർത്താക്കന്മാരും ഓരോ പുരുഷന്മാരും അത് അങ്ങനെ തന്നെ ചിന്തിക്കണം. നിശ്ചയമായിട്ടും അപൂർണതയുള്ളവരായിരിക്കും ഞാൻ കെട്ടാൻ പോകുന്നത്. ആരും ഇവിടെ പരിപൂർണർ അല്ല. പരിപൂർണതയിലേക്കുള്ള തീർത്ഥാടനമാണ്, യാത്രയാണ്. എന്നോട് ഏറ്റവും അടുത്ത് ഹൃദയത്തോടടുത്തുള്ള ആള് എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണ്. അതിനാണ് കല്യാണം കഴിക്കുന്നത്. അത് മാംസത്തിന്റെ മാംസം, അസ്ഥിയുടെ അസ്ഥി, ഹൃദയത്തിന്റെ ഹൃദയം. അത് ഇംഗ്ലീഷിൽ പറയും സ്വീറ്റ് ഹാർട്ട്, അല്ലെങ്കിൽ നമ്മൾ അത് ചക്കര പഞ്ചാര എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹം, എന്റെ പ്രിയതമേ എന്ന് വിളിക്കുന്നു. ആ വാക്കുകൾക്ക് ഒത്തിരി അർത്ഥമുണ്ട്. ആ ഹൃദയം തമ്മിലുള്ള അടുപ്പം. അപ്പോൾ വിവാഹിതർക്കും ഈ ഉപദേശം ഞാൻ തരുന്നു. അങ്ങനെ കണ്ടുമുട്ടിയിട്ടില്ല എങ്കിൽ ആ സ്നേഹം കണ്ടുമുട്ടുക. പരിശുദ്ധമായ സ്നേഹം, പരിശുദ്ധമായ പ്രേമം. പ്രേമം എന്ന വാക്ക് നമുക്കറിയാം, ഹിന്ദി ഭാഷയിൽ സ്നേഹം എന്നാണ്. പരിശുദ്ധമായ സ്നേഹത്തിനാണ് പ്രേമം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഭാഷയുടെ വക്രത കൊണ്ട് പ്രേമം എന്ന് പറഞ്ഞാൽ വേറെ നെഗറ്റീവായിട്ട് തിന്മയായിട്ടാണ് കാണുന്നത്. ആണ് പരിശുദ്ധ പ്രേമം പരിശുദ്ധാത്മാവിലൂടെ കടന്നു വരുന്നു. ആ സ്നേഹം പങ്കുവച്ച് ഒന്നായി ജീവിക്കുക. ആ സ്നേഹത്തിലൂടെ മക്കൾ ഉണ്ടാവണം. അങ്ങനെ ഭാഗ്യപ്പെട്ട ആ പർദീസ ജീവിതം, അതാണ് കുടുംബം പർദീസ. അതിനെപ്പറ്റിയാണ് ഞാനൊരു പുസ്തകം മലയാളത്തിൽ തന്നെ ഉണ്ട്, കുടുംബം പർദീസ എന്നത്. കരിഷ്മയിൽ വിൽക്കുന്നുണ്ട്. അത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു വായിക്കുക. അതിനാണ് കർത്താവ് ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും കർത്താവിന്റെ അനുഗ്രഹം തരട്ടെ. കർത്താവ് അനുഗ്രഹം വർഷിക്കട്ടെ. പ്രിയ ദമ്പതിമാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളെയും ആശീർവദിക്കുന്നു. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. കാരണം കർത്താവ്, ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ നൽകിയത് വിവാഹിതരായവർക്കു വേണ്ടിയും വിവാഹിതരാകാനുള്ളവർക്കും വേണ്ടിയാണ്. പല പല കാരണങ്ങളാൽ ഇന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തിൽ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നു. തൽഫലമായിട്ട് മക്കളുമില്ല. ഇത് കർത്താവെ ഞങ്ങൾക്കൊരു വംശനാശത്തിനിടയാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഈശോയെ, ഞാൻ പിന്നെയോ അതെ ഇവരുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. ഇവരോരോരുത്തരുടെയും വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, പരിപൂർണ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. പങ്കുവയ്ക്കാത്ത ജീവിതം സ്വാർത്ഥതയുടെയാണ്. പങ്കുവയ്ക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ സ്വർഗത്തിൽ കാണുന്നത്. കർത്താവെ, പങ്കുവയ്ക്കുന്ന അങ്ങയാണ് കുരിശിൽ ഞങ്ങൾ കാണുന്നത്. ആ പങ്കുവയ്ക്കലിന്റെ മനോഭാവം, സ്വാർത്ഥത വെടിഞ്ഞ് ചോരയും നീരും നൽകുന്ന ആ സ്നേഹം ഈ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കൊടുക്കണമേ. അങ്ങനെ പരിശുദ്ധ പ്രേമത്തിൽ, പരിശുദ്ധ സ്നേഹത്തിൽ, ആത്മാവിൽ ഒന്നായി ജീവിക്കാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ നിങ്ങൾ ഓരോരുത്തരെയും, വിവാഹിതരായ ദമ്പതികളെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.